അല്പസമയത്തേക്ക് നിങ്ങളുടെ കണ്ണും കാതും ഹൃദയങ്ങളും സഹൃദയത്വവും സജീവമായ പ്രേക്ഷകത്വവും പ്രതീക്ഷിച്ചുകൊണ്ട് കലയുടെ കീഴാകാശങ്ങളിൽ നിൽക്കുന്ന ഒട്ടേറെ പിഞ്ചുകുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു ലഘു കലോപഹാരം. തീർച്ചയായും ബൃഹത്തായ ഒരു ജീവചരിത്രം പേറുന്ന കാലത്തിലൂടെ ചരിത്രത്തിലൂടെ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഈ സന്ധ്യയിൽ നിരന്തരമായ പരിശീലനത്തോടുകൂടി അവതരിപ്പിക്കേണ്ട ഈ പരിപാടി കേവലം പിഞ്ചുകുട്ടികളുടെ പ്രിയരെ, ആധുനിക ലോകത്തിൽ ഏറെ പ്രസക്തമായ സ്ത്രീ ശാക്തീകരണം എന്ന ആശയത്തെ ശതവർഷങ്ങൾക്കപ്പുറം തന്നെ ദീർഘദർശനം ചെയ്ത ഒരു മഹാസാധ്വി. മറ്റെന്തിനേക്കാളും അറിവ് തന്നെയാണ് അതിൻ്റെ ആണിക്കല്ലെന്ന് തിരിച്ചറിയുകയും ആണധിഷ്ഠിതമായ ഈ ലോകക്രമത്തിൽ സമശീർഷരായി മുന്നേറാൻ പെൺപിറവികളെ സജ്ജമാക്കുന്നതിനായി രാജ്യാന്തരങ്ങളിൽ പെരുമകൊള്ളുന്ന അറിവാലയങ്ങളുടെ മഹാനിർമ്മിതികൾ സാക്ഷാത്കരിച്ച ധീരവനിത മദർ വെറോണിക്ക. അപ്പോസ്തലിക് കാർമൽ സഭയുടെ ഉപജ്ഞാതാവായ മദർ വെറോണിക്ക ഓഫ് ദ പാഷൻ. അനുഭവങ്ങളുടെ കടലാഴങ്ങളും പർവ്വതോന്നതികളും ദർശിച്ച് ചരിത്രത്തിനോടൊപ്പം സഞ്ചരിച്ച് ചരിത്രമായി മാറിയ ആ ധീര പരിത്യാഗിയുടെ ഇന്ത്യാ സന്ദർശനത്തിന് 1.5 നൂറ്റാണ്ട് തികയുന്ന ഈ ധന്യവർഷത്തിൽ ആ മാതൃനിർവിശേഷതയുടെ കിരണങ്ങളേറ്റ് കാലത്തോടൊപ്പം വളർന്ന ഈ വിദ്യാലയം മദറിൻ്റെ ജീവിതരഥിയിലൂടെ സഞ്ചരിച്ച് ഒരു ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. സുദീർഘമായ ആ ജീവചരിത്രത്തിൽ ഈ നടനവേദിയുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഹ്രസ്വമായ ഒരു രംഗാവിഷ്കാരം. സഫലയാത്ര. അവർ 5 പേരായിരുന്നു. ഇംഗ്ലണ്ടുകാരായ ഹെൻറി ഡാനിയൽ ലീവ്സിൻ്റെയും മറീന ഹാർട്ടിൻ്റെയും അരുമ സന്താനങ്ങൾ. റോമിലെ കോൺസ്റ്റാന്റിനോപ്പിളിൽ ബ്രിട്ടീഷ് അംബാസഡറുടെ ആത്മീയ ഗുരുവായി ജോലി ചെയ്തിരുന്ന ഒരു പ്രൊട്ടസ്റ്റന്റ് വൈദികനായിരുന്നു ഹെൻറി ഡാനിയൽ ലീവ്സ്. ഞായറാഴ്ചകളിൽ മക്കളെ വിളിച്ചിരുത്തി വേദപാഠം അഭ്യസിപ്പിക്കുന്നത് അദ്ദേഹം ഒരു ശീലമാക്കിയിരുന്നു. അതോടൊപ്പം ധാർമ്മികതയുടെയും ശൈലിതെറ്റുകളുടെയും ജീവിത മൂല്യങ്ങളുടെയും നിറവാർന്ന ഉപദേശ കഥകളും അദ്ദേഹം പകർന്നു കൊടുത്തു.
കാന്തായി. ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തിയതല്ലേ ഉള്ളൂ. മോഷണം ദൈവകൽപ്പനയാൽ വിലക്കപ്പെട്ടതാണെന്നും മറ്റുള്ളവർ കൈകാര്യം ചെയ്യുന്ന സാധനങ്ങൾ അനുവാദം കൂടാതെ എടുക്കുന്നത് കുറ്റമാണെന്നും എന്നിട്ടും നിന്നെ ഞാൻ ശരിയാണ്. ആ അനുഭവം സോഫിയുടെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിച്ചു. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ആ രക്ഷിതാവിൻ്റെ പങ്ക് അത്രത്തോളം സ്വാധീനം ചെലുത്തിയിരുന്നു. ഈ കൊടു തണുപ്പിങ്ങനെ നീണ്ടുപോയാൽ ആൾക്കാരൊക്കെ മരവിച്ച് മരിച്ചു പോകുമല്ലോ. കണ്ടോ, കീറ തുണിയും പൊളിച്ചിട്ടാ പലരും തെരുവിലൂടെ പോകുന്നത്. ആ അപ്പൂപ്പനെ തോളത്തിരിക്കുന്ന കുട്ടിക്ക് ഉടുപ്പേ ഇല്ല, പാവം. അങ്ങനെയും കുറെ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റും ഇതൊക്കെ കണ്ടു തുടങ്ങുന്നതേ ഉള്ളൂ. പപ്പ, പെട്ടിയിലുള്ള ഉടുപ്പെടുത്തിട്ട് ഞാൻ ആ കുട്ടിക്ക് കൊടുത്തോട്ടെ? കൊള്ളാം മോനെ, ഒരാളെ മാത്രം സഹായിച്ചതുകൊണ്ട് ആ കാഴ്ചകൾ അവസാനിക്കുകയില്ല. ഇനിയിപ്പോ എല്ലാരെയും സഹായിക്കാമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അത്രമാത്രം ഉടുപ്പുകളുണ്ടോ? ഇനി മമ്മ നമുക്ക് ഉടുപ്പ് തുന്നുമ്പോ കുറച്ചെണ്ണം അധികം തുന്നിയാ പോരെ? അവർക്ക് കൊടുക്കാലോ. ഹെടി വണ്ടി, എന്തായാലും തുണി വാങ്ങാൻ കാശ് വേണ്ടേ? എല്ലാറ്റിനും തീ വിലയാ. തുണിക്കും ധാന്യങ്ങൾക്കും തേയില, പഞ്ചസാര, എല്ലാറ്റിനും. പിന്നെ എങ്ങനെയാ മിച്ചം വെക്കുന്നത്? മമ്മ, എനിക്കിനി മുതൽ പഞ്ചസാര ഇടാത്ത ചായ അതെന്താ? അത്രയും കാശ് മിച്ചം വെക്കാലോ. എന്നാൽ ഇനി എനിക്കും പഞ്ചസാര ഇല്ലാത്ത ചായ മതി. എനിക്കും. ആ ശരി, എന്നാ പിന്നെ ഇനി ഈ വീട്ടിൽ എല്ലാവർക്കും പഞ്ചസാര ഇടാത്ത ചായ മതി. അങ്ങനെ പുതിയ ശീലങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് ആ കുടുംബം പരാധീനരെ സഹായിക്കാൻ വഴി കണ്ടെത്തി. പാവപ്പെട്ടവർക്ക് വസ്ത്രം, ആഹാരം എന്നിവ തങ്ങളാൽ കഴിയും വിധം ദാനം ചെയ്തു. ഗ്രീസിലേക്ക് സ്ഥലം മാറ്റം വേണ്ടിയ ഫാദർ ഹെൻറി ലേവ്സ് ചില തടസ്സങ്ങൾ കാരണം കുടുംബത്തെ കൂടെ കൊണ്ടുപോകാതെ അവർക്ക് സ്വിറ്റ്സർലാൻഡിൽ താമസ സൗകര്യം ഏർപ്പാടാക്കി. കുട്ടികളെ വീട്ടിൽ വെച്ച് തന്നെ പഠിപ്പിക്കാൻ ബെൻജക്സ് എന്ന ഒരു പ്രൊട്ടസ്റ്റന്റുകാരനായ അധ്യാപകനെയും വീട്ടുജോലികളിൽ സഹായത്തിന് തെരേസ് എന്ന ഒരു പരിചാരികയെയും ഏർപ്പെടുത്തി. പക്ഷേ തെരേസ് കത്തോലിക്ക വിശ്വാസിയായി. മമ്മ, ചുക്കുവെള്ളം എവിടെ? ആ ചീനപാത്രത്തിലുണ്ടല്ലോ. അതിൽ കാപ്പിയാ. എനിക്ക് ചുക്കുവെള്ളം മതി. എന്നാലേ അവളോട് ചോദിക്കേ, തെരേസിനോട്. ആ ശരി. ചേച്ചി, ചുക്കുവെള്ളം.
അത് പിന്നെ അതെ, അമ്മ, എന്റെ അമ്മ, അല്ല നമ്മുടെ എല്ലാവരുടെയും അമ്മ. എല്ലാവരുടെയും അമ്മയോ? ആ അതെ, കുട്ടി ഇത് ആരോടും പറയരുത് കേട്ടോ. യജമാനത്തി അറിഞ്ഞാൽ പിന്നെ എന്നെ വെച്ച് പൊറപ്പിക്കില്ല. പറയല്ലേ? പറയില്ല. ചേച്ചി, ഞാൻ ഒന്നുകൂടി കണ്ടോട്ടെ അമ്മയെ. കണ്ടോളൂ. ഹായ്. ക്രിസ്തുവിന്റെ അമ്മയായ പരിശുദ്ധ മറിയമാണിത്. എന്റെയും നിന്റെയും മാത്രമല്ല, ഈ ലോകത്തിന്റെ തന്നെ അമ്മയാണ്. പിന്നെ ഇതുപോലെ എപ്പോഴും നമ്മെ കാത്തുരക്ഷിക്കാൻ ശക്തിയുള്ള ഒരു കാവൽ മാലാഖയുമുണ്ട്. കുട്ടിക്കറിയോ ഇതൊക്കെ? എനിക്കറിയില്ല. എന്നാലേ ഈ ചേച്ചി ഒക്കെ പറഞ്ഞു തരാം. പക്ഷേ മമ്മ അറിയട്ടെ കേട്ടോ. തുടക്കമായിരുന്നു. കൂടുതലും പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസികളുള്ള അവിടുത്തെ അക്കാലത്തെ സാമൂഹിക അവസ്ഥയിൽ കത്തോലിക്ക വിശ്വാസിയായ ആ വേലക്കാരി പെണ്ണിന്റെ സാന്നിധ്യം ഒരു പ്രൊട്ടസ്റ്റന്റ് വൈദികന്റെ കുടുംബത്തിലുളവാക്കിയ സ്വാധീനം ഏറെ വിപ്ലവകരമായിരുന്നു. ബാല്യകൗമാരങ്ങളിൽ നിന്ന് യൗവനത്തിലേക്കുള്ള കാലത്തിന്റെ അനിവാര്യത അവരിലും മാറ്റങ്ങൾ ഉണ്ടാക്കി. സോഫിയും മേരി ആനും സഹോദരങ്ങളുമൊക്കെ പിന്നെയും വളർന്നു. 1840 ഈസ്റ്റർ കഴിഞ്ഞുള്ള ഒരു വെളുപ്പാൻ കാലം. സമാധാനം ഞാൻ നിനക്ക് തരും, എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തരും. അത് പക്ഷേ ഭൗതിക ലോകം നൽകുന്നത് പോലെയല്ല. സ്വർഗത്തിൽ നിന്നുള്ള സ്വരം. ഓ, എന്തൊരു അനുഭവം! ഞാനിതെങ്ങനെ വിവരിക്കും? ആരോട് പറയും? തങ്ങളുടെ പൂർവികർ അതുവരെയും തുടർന്നു പോന്ന വിശ്വാസ രീതിയിൽ നിന്നും സത്യത്തിന്റെ പൂർണ്ണതയിലേക്കായിരുന്നു അപ്പോഴും സോഫി എന്ന ആ യുവതിയുടെ മനസ്സും സഞ്ചാരവും. ആ വഴിയിലേക്ക് ഇടയ്ക്കെപ്പോഴോ അവരും വന്നു. സഹോദരിമാരായ മേരി ആനും കാതറിനും. ദൈവനിശ്ചയം പോലെ ഓരോന്നും സംഭവിച്ചുകൊണ്ടേയിരുന്നു. മക്കളിൽ 2 പേരുടെ ജീവിത വ്യതിയാനം കണ്ട് മറീന ഹാർട്ട് എതിർപ്പുകൾ പ്രകടിപ്പിച്ചപ്പോഴും എല്ലാം പരീക്ഷണങ്ങളായി കണ്ട് ആ മക്കൾ മുന്നോട്ട് തന്നെ നടന്നു, ഓരോ ചുവടും ഉറപ്പിച്ചുകൊണ്ട്. മമ്മ, കരുണാനിധിയായ മറിയമേ, പാപമായ ഞങ്ങളുടെ അമ്മയോട് ക്ഷമിക്കണമേ. അമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് സ്വർഗഭാഗ്യം അനുഭവിക്കാൻ കഴിയില്ല എന്നുകൊണ്ട് അതിൽ പ്രതി ഞങ്ങളോട് ക്ഷമിക്കണമേ. 1850 ഫെബ്രുവരി 2 അന്നായിരുന്നു ശിരസിൽ ജീവജലം വർഷിക്കപ്പെട്ട് സോഫിയും മേരിയാനും
തിരുസഭയുടെ സന്താനങ്ങളായ സൈറോസ് എന്ന സ്ഥലത്തുള്ള സെന്റ് ജോസഫ്സ് കോൺവെന്റിലെ ബോർഡിങ്ങിൽ കുറച്ചു കാലം താമസിക്കേണ്ടി വന്നതിനാൽ അതവർക്ക് ദൈവത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കാനുള്ള പ്രചോദനമാണ്. കന്യാസ്ത്രീകളാവാനുള്ള ആദ്യ പടിയെന്നോണം ആ മഠത്തിൽ 1851 മാർച്ച് 19 അർത്ഥനികളായി ചേർന്നു. സെപ്റ്റംബർ 14 സൈറോസിലെ സെന്റ് ജോസഫ് കന്യാ സമൂഹത്തിൽ നിന്ന് സഭാവസ്ത്രം സ്വീകരിച്ച് സോഫി ലിപ്സ് സിസ്റ്റർ മേരി വെറോണിക്കയായി വെറോണിക്ക ഓഫ് ദി പാഷൻ. മഠം വക ബോർഡിങ്ങിലെ കുട്ടികളുടെ പഠനത്തിന് മേൽനോട്ടം വഹിക്കുന്ന ചുമതലയാണ് സിസ്റ്ററിന് ആദ്യം ലഭിച്ചത്. താമസിയാതെ അവിടുത്തെ സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയായി നിയമനം. 1860 ബ്രിട്ടനിലെ ട്രെമോറിയൽ ഗ്രാമത്തിലുള്ള ആശ്രമത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ നിയോഗം. അവിടുത്തെ കാലാവസ്ഥ മദർ വെറോണിക്കയുടെ ആരോഗ്യനില തകർത്തു. ആരോഗ്യവും പ്രവർത്തനശേഷിയും വീണ്ടെടുക്കാൻ ഉതകുന്ന കാലാവസ്ഥയിലേക്ക് മദറിനെ അയക്കാൻ മേലധികാരികളുടെ തീരുമാനം. അത് മറ്റെങ്ങുമായിരുന്നില്ല, വിശ്വത്തെ വശ്യപ്രകൃതി കൊണ്ട് അനാദികാലം തൊട്ട് ലോകത്തെ മോഹിപ്പിച്ച ഇന്ത്യയിലേക്ക്, മലബാറിന്റെ തീരത്തേക്ക്. കോഴിക്കോട്ട് ഒരു മഠം സ്ഥാപിക്കണം എന്ന നിർദ്ദേശം വഹിച്ച് ബ്രിട്ടനിൽ നിന്ന് പുറപ്പെട്ട മദർ വെറോണിക്കയും സിസ്റ്റർ മേരി ജോസഫും സുദീർഘമായ സമുദ്രയാത്രയ്ക്ക് ശേഷം ശ്രീലങ്കയിലെത്തി. അവിടെ നിന്നും കോഴിക്കോട് ലക്ഷ്യമിട്ട് ഒരു കപ്പലിൽ കയറി. പക്ഷേ ചെന്നിറങ്ങിയത് പയ്യന്നൂരിനടുത്തുള്ള ഏഴുമലയുടെ തീരത്ത്. തീരം ചൊല്ലി കേരളമണി തീരം ചൊല്ലി പണ്ടു മലർവെറോണിക്ക വന്നിറങ്ങിയ തീരം ചൊല്ലി ഏഴിമലത തീരം ചൊല്ലി കേരളമണി
ചൊല്ലി ഭാരതം കുളിരണിഞ്ഞ പാദസ്പർശം മൗനദില്ലിയും പവിത്രമായി അംബികേ ഭാരതം കുളിരണിഞ്ഞ പാദസ്പർശം മൗനദില്ലിയും പവിത്രമായി അംബികേ അപ്പസ്തോലിൻ കാർമലിന്റെ സ്ഥാപനേ ധന്യയായി വന്ദേ വന്ദനം ധന്യയായി വന്ദേ വന്ദനം ഏഴിമലതൻ തീരം ചൊല്ലി കേരള മണ്ണിൻ തീരം ചൊല്ലി പണ്ട് മലർ വെറോനിക്ക വന്നിറങ്ങിയ തീരം ചൊല്ലി ശാന്തിയിൽ വളർത്തി നിന്നെ ഈശ്വരൻ ജ്ഞാനമേകും ദീപമായി തെളിഞ്ഞു നീ ശാന്തിയിൽ വളർത്തി നിന്നെ ഈശ്വരൻ ജ്ഞാനമേകും ദീപമായി തെളിഞ്ഞു നീ വിദ്യശ്രീകൾ കേടിവാണ കുഞ്ഞനെ ജ്ഞാനസുത്തമേറ്റു ചൊല്ലി വാഴ്ത്തിടാൻ ജ്ഞാനസുത്തമേറ്റു ചൊല്ലി വാഴ്ത്തിടാൻ ഏഴിമലതൻ തീരം ചൊല്ലി കേരള മണ്ണിൻ തീരം ചൊല്ലി പണ്ടു മലർ വെറോനിക്ക വന്നിറങ്ങിയ തീരം ചൊല്ലി കാർമലിന്റെ ധ്യാനം സ്വന്തമാക്കി നീ നസ്രത്തിന്റെ കർമ്മമോടു ചേർന്നു നീ കാർമലിന്റെ ധ്യാനം സ്വന്തമാക്കി നീ നസ്രത്തിന്റെ കർമ്മമോടു ചേർന്നു നീ ദൈവസ്നേഹം മാത്രം ലക്ഷ്യമാക്കി നീ സാക്ഷ്യമേകുവാനയച്ചു ഞങ്ങളെ സാക്ഷ്യമേകുവാനയച്ചു ഞങ്ങളെ ഏഴിമലതൻ തീരം ചൊല്ലി കേരള മണ്ണിൻ തീരം ചൊല്ലി പണ്ടു മലർ വെറോനിക്ക വന്നിറങ്ങിയ തീരം ചൊല്ലി ഏപ്രിൽ മാസത്തിൽ കോഴിക്കോട്ട് അടുത്തിടെ പ്രവർത്തനം തുടങ്ങിയ സെൻറ് ജോസഫ് സ്കൂളിൻ്റെ ചുമതല മദർ വെറോണിക്ക ഏറ്റെടുത്തു. അതോടെ മഠവും സ്കൂളും അതിവേഗം പുരോഗതി പ്രാപിച്ചു. കോഴിക്കോട്ടെ ജീവിതത്തിനിടയിൽ കർമ്മലീത്ത സഭയിൽ ചേരണം എന്ന ആഗ്രഹം വെറോണിക്കയുടെ അന്തരാത്മാവിൽ സംജാതമായി. അതേപറ്റി ഫാദർ മാരി എഫ്രൈമിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അത് ശരിവെച്ചു.
ശരി, എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഈ കോഴിക്കോട്ടും മംഗലാപുരത്തും സെന്റ് ജോസഫ് സഭയുടെ സ്കൂളുകൾ ഇപ്പോൾ തന്നെ എങ്കിലും അനുദിനം വർദ്ധിച്ചു വരുന്ന വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് അത് മതിയാവാത്ത ഒരു അവസ്ഥ ഇപ്പോഴും ഉണ്ട്. അതെല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതെ അതെ, അതുകൊണ്ട് ഈ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ കർമ്മലീത്ത സഭയുടേതായ വിദ്യാഭ്യാസത്തിൽ ഊന്നിയ മിഷൻ പ്രവർത്തനത്തിന് വളരെയധികം സാധ്യതകളുണ്ട്. അത് പറയുമ്പോൾ തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത് കൂടുതൽ കത്തോലിക്ക സ്കൂളുകൾ സ്ഥാപിക്കപ്പെടേണ്ടത് ഒരു അനിവാര്യത തന്നെയാണ്. ഫാദർ എന്ന് പറയുന്നു. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള മിഷൻ പ്രവർത്തനങ്ങൾക്കായി ഒരു പുതിയ കർമ്മലീത്ത സഭ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി അഭികാമ്യം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പ്രതിബന്ധങ്ങൾ അവിടെയും പ്രത്യക്ഷപ്പെട്ടു. മദർ വെറോണിക്കയ്ക്ക് ബർമൻ തലസ്ഥാനമായ റെങ്കൂണിലേക്ക് സ്ഥലം മാറി പോകാൻ മേലധികാരികളിൽ നിന്ന് അറിയിച്ചു. 1867 തൻ്റെ ജീവിതത്തോട് വളരെയധികം അലിഞ്ഞു ചേർന്ന കോഴിക്കോട്ടുകാരെ വിട്ടു പോകുന്നതിൽ മദർ അങ്ങേയറ്റം സങ്കടപ്പെട്ടു. ആരും കൂട്ടില്ലാതെ ഒറ്റയ്ക്ക് റെങ്കൂണിലേക്ക് പോകുന്ന മദറിനെ യാത്രയാക്കാൻ അവരുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിയ ജനസമൂഹം കടൽ തീരം വരെ അനുഗമിച്ചു. ആനന്ദം പോലെ മറ്റൊരിടത്തും ഉണ്ടായിട്ടില്ല. പക്ഷേ കാണാം, വീണ്ടും കാണാം. ആ യാത്ര എന്നേക്കുമുള്ളതാണ്. വിശ്വാസത്തിലും മാനവ നന്മയിലും ഊന്നിയ സേവന ലക്ഷ്യങ്ങൾ ഈ മണ്ണിൽ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിച്ചിട്ടും അതിന് പ്രത്യക്ഷ സാന്നിധ്യം നൽകാൻ അവസരം ലഭിക്കാത്ത വിധം എന്നേക്കുമുള്ള പുറപ്പാട്. സേവന സഭയ്ക്കിടയിൽ വെച്ച് സംഭവിച്ച ഒരു അപകടത്തെ തുടർന്ന് കാലിന് പരിക്ക് പറ്റിയ മദറിനെ വിദഗ്ധ ചികിത്സയ്ക്കായി സ്വന്തം അമ്മ മറീന ഹാൾട്ടൺ ഇംഗ്ലണ്ടിലേക്ക് വിളിപ്പിച്ചു. സ്വന്തം സഭ വിട്ട് കർമ്മലീറ്റ സഭയിലേക്കുള്ള മദറിന്റെ പ്രവേശനത്തിന് അവിടെ വെച്ച് ഗതിവേഗം കൂടി. ഒടുവിൽ 1867 ജൂലൈയിൽ ഫ്രാൻസിലെ പോ എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന കർമ്മലീറ്റ മഠത്തിൽ വെച്ച് മദർ സഭാവസ്ത്രം സ്വീകരിച്ചു. അതൊരു ഒരുക്കമായിരുന്നു. മുമ്പ് ഇന്ത്യയിൽ വെച്ച് ഫാദർ മാരി എഫ്രൈം നിർദ്ദേശിച്ചതുപോലെ മിഷൻ പ്രവർത്തനങ്ങൾക്കായി താൻ സ്ഥാപിക്കാൻ പോകുന്ന ഒരു 3ാം കർമ്മല സഭയുടെ രൂപീകരണത്തിനുള്ള ഒരുക്കം. വീണ്ടും വിശ്രമമില്ലാത്ത അധ്വാനം, അന്വേഷണം, ലക്ഷ്യം കാണാത്ത അലച്ചിൽ. ഒടുവിൽ ഫ്രാൻസിലെ ബയോൺ എന്ന സ്ഥലത്ത് ഒരു പഴയ വീട് കണ്ടെത്തി. അതിൽ മിഷൻ പ്രവർത്തനങ്ങൾക്കായുള്ള സന്നിധി
സഭ അഥവാ അപ്പോസ്തലിക് കാർമൽ എന്ന വിഖ്യാത സമൂഹത്തിന്റെ ജന്മസ്ഥലമായി ആ വീടിനെ കാലവും ചരിത്രവും അടയാളപ്പെടുത്തി. ജൂലൈ 16 വെറും 2 പെൺകുട്ടികളുമായി മദർ ആരംഭിച്ച അപ്പോസ്തലിക് കാർമൽ സഭയിൽ സന്യാസിനികളാകാൻ പിന്നെയും ധാരാളം പേർ വന്നെങ്കിലും അവശേഷിച്ചത് കുറച്ചു പേർ മാത്രം. കടുത്ത ദാരിദ്ര്യത്തിന്റെ നാളുകൾ, കാട്ടുകിഴങ്ങുകൾ പോലും ആഹാരമാക്കി ആ സഹോദരിമാർ വിശപ്പടക്കി. ഒടുവിൽ ആ സുദിനം അപ്പോസ്തലിക് കാർമൽ സഭയിൽ നിന്ന് പരിശീലനം നേടിയ സിസ്റ്റർ മാരിദസ് ആൻസ്, സിസ്റ്റർ ഏലിയാസ്, സിസ്റ്റർ മേരി ജോസഫ് എന്നിവർ 1870 ഓഗസ്റ്റ് 21 ഇന്ത്യയിലേക്ക്. അപ്പോഴും സെന്റ് ജോസഫ് സഭയുടേതായി മംഗലാപുരത്തും കോഴിക്കോട്ടും കണ്ണൂരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് സിസ്റ്റർമാരെ ഇന്ത്യയിലേക്ക് അയക്കുവാൻ ആ സഭയുടെ മേലധികാരികൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പ്രസ്തുത മഠങ്ങളും സ്കൂളുകളും മറ്റു സ്ഥാപനങ്ങളും പുതുതായി വന്ന അപ്പോസ്തലിക് കാർമൽ സഭയുടെ അധീനമാകുന്നതിന് ചരിത്രപരമായ കാരണമായി ഭവിച്ചു. അത് ഈ വിദ്യാലയത്തിന്റെ പിറവിക്ക് ഒരു വിദൂര കാരണമായ വസ്തുതയാണ്. ഇന്ന് രാഷ്ട്ര പുരോഗതിക്ക് മുതൽക്കൂട്ടാകുന്ന വിധത്തിൽ വിദ്യാദാനത്തിലൂടെ തികവുറ്റ തലമുറകളെ വാർത്തെടുക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമായ ഈ വിദ്യാലയം അതിൻ്റെ ജന്മകാരണിയായ ഒരു അമ്മയുടെ വിശ്വാസദാർഢ്യമാർന്ന യാതനാഭരിതമായ യാത്രകളിൽ വിസ്മയം കൊള്ളുന്നു. അതെ, പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് സഞ്ചരിച്ച മദർ വെറോണിക്കയുടെ യാത്രകൾ സഫലം തന്നെയാണെന്ന് കാലവും സാക്ഷ്യപ്പെടുന്നു.
സഭയുടെ യാത്ര. ബൃഹത്തായ ഒരു ചരിത്രത്തിൽ ഈ നടനവേദിയുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നാളെയുടെ കലാകാരന്മാർ അവതരിപ്പിച്ച ഈ കൊച്ചു രൂപകത്തിൽ